പ്രിയ നിറഞ്ഞവരെ, മത്തായി 26:14 ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ എനിക്ക് നിങ്ങൾ എന്ത് നൽകും? യേശുവിൻ്റെ പീഡാനുഭവ മരണത്തിലേക്ക് നയിച്ച ഒരു വഞ്ചനയുടെ വാക്കുകളാണത്. ആരോടിത് ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. 3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന ശിഷ്യൻ അവൻ്റെ സ്വാർത്ഥപരമായ ആഗ്രഹത്തിന്മേൽ തനിക്ക് അഡ്രസ് ഉണ്ടാക്കി തന്ന കൂടെ പൊറുപ്പിച്ച ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന, വഞ്ചിക്കുന്ന ആ വഞ്ചനയുടെ മുഖങ്ങൾ, യൂദാസിൻ്റെ വഞ്ചനയുടെ മുഖങ്ങൾ നമുക്ക് ഇന്നത്തെ ധ്യാന വിഷയമാക്കാം. അതിൻ്റെ മറുവശമാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ആരെയും വഞ്ചിക്കാതെ, ആരെയും ചതിക്കാതെ എൻ്റെ ജീവിതത്തെ നന്മയുടെ, കൃപയുടെ, സത്യസന്ധതയുടെ വഴിയിലൂടെ നടത്തുന്നവരായി നമുക്ക് ഈ നോമ്പുകാലത്ത് മാറാം. മറ്റാരെങ്കിലൊക്കെ വഞ്ചിച്ച് എനിക്ക് നേട്ടമുണ്ടാകാം എന്ന് ഞാൻ ചിന്തിച്ചാൽ അതൊരു അബദ്ധമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യത്തെ അത് കെടുത്തിക്കളയും. അപരനെ ഞാൻ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതിൻ്റെ തിന്മയും എന്നെ വിടാതെ പിന്തുടരും. ഒറ്റുകാരൊക്കെ അവസാനം ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടുമെന്നുള്ള സത്യം യൂദാസിൻ്റെ ജീവിതത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവൻ ഒറ്റുകാരനായി ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടവൻ മരത്തിൽ തൂങ്ങി. പ്രിയ നിറഞ്ഞവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ആരെയും ചതിക്കാതെ, വഞ്ചിക്കാതെ നേർമയുള്ള മനുഷ്യരായി നമ്മുടെ ജീവിതത്തെ നമുക്കത് വഴി നടത്താം. ക്ഷമ കാണിക്കുന്നതിൽ ആവേശമുള്ളവരാകാം. സഹായിക്കുന്നതിൽ മടുപ്പില്ലാത്തവരായി മാറാം. യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കാതെ, എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അപരനെ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നവരാകാതെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിച്ചു പിടിച്ച് ത്യാഗം സഹിക്കുന്നവരായി തീരുവാൻ, പീഡനങ്ങൾ സ്വയം ഏൽക്കുന്നവരായി മാറുവാൻ ക്രിസ്തുവിനെ പോലെ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, പൂർണ്ണമായി ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് നൽകുകയാണ് യേശുവേ. യൂദാസിൻ്റെ വഞ്ചനയുടെ മുഖം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരരുതേ. ഞങ്ങളുടെ പ്രവൃത്തികളോ വാക്കുകളോ അപരനെ വഞ്ചിച്ചുകൊണ്ട് നേട്ടം കൊയ്തെടുക്കാമെന്നുള്ള ചിന്തകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെടുത്തി കളയുന്ന എന്നൊരു മനോഭാവം, അപരനെ ചതിക്കുന്നതിലൂടെ എൻ്റെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു തെറ്റുകാരനായി മാറുമെന്നുള്ള ചിന്തയും, ഒറ്റിക്കൊടുക്കുന്നതെല്ലാം ഒറ്റപ്പെടലിലേക്ക് നയിക്കുമെന്നുള്ള അത് ജീവിതത്തിൻ്റെ ദുരന്തത്തിലേക്കാണ് നയിക്കുക എന്നുള്ള ബോധ്യവും എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഈ നോമ്പുകാലം അപരന് വേണ്ടി സഹിക്കുവാനുള്ള, മറ്റുള്ളവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള, സന്തോഷത്തോടുകൂടി നന്മ ചെയ്യുവാനുള്ള, ഞങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള കാലമായി മാറട്ടെ ഈശോയെ. അങ്ങയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന ശിമ്യോന്മാരായി ഞങ്ങൾ മാറട്ടെ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.